ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹിറ്റോസ് ബൈ സോജ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത് എ ബിസി ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെന്നറിയാം ഒരാളുടെ ബിസി ഡേ ഇൻ മൈ ലൈഫ് കാണാമെന്നുള്ളത് അല്ലേ. അപ്പോൾ എന്നോട് ലൈവ്സിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതേപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാമെന്ന്. ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. രാവിലെ തന്നെ പ്രിൻ്റ് എടുക്കാൻ പോയി, ഉച്ചയായി ഗൈസ് വീട്ടിൽ വന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു പ്രിൻറ്റിങ് ഷോപ്പിൽ. ദെൻ നമുക്കിന്ന് 3 ഐറ്റമാണ് ഞാൻ നിങ്ങളെ ഷോക്കേസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഞാനിന്ന് ചെയ്തിട്ടുണ്ട്. ഒരു 4:30 മുതൽ ഒരു 6:30 വരെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് നിങ്ങളെ ഞാൻ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പ്രിൻ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് നൈഫ് എടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ എന്താണ്, ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഗ്ലൂ എന്തിനാണെന്നൊക്കെ വഴിയേ മനസ്സിലാവും കേട്ടോ. സൂപ്പർ ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ഫ്രെയിം സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 12x15 ഒരു ഫ്രെയിം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. സീലിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ടിക് ടാക്ക് പിൻ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ക്ലിപ്പില്ലേ അത്, ആ സ്ലൈഡ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ക്ലിപ്സൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുന്നുണ്ട്. ആൻഡ് അതിൽ നിന്ന് ആ ഒരു ബാക്കിലത്തെ MDF ബോർഡ് എടുത്ത് മാറ്റുന്നുണ്ട്. എന്തിനാണെന്ന് മനസ്സിലായോ നിങ്ങൾക്കൊക്കെ? അതായത് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഗ്ലാസ് ക്ലീനിങ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ചില ക്രാഫ്റ്റേഴ്സൊക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്യാതെ തന്നെ ഇങ്ങനെ വെക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ കേട്ടോ. എന്തെങ്കിലും ഇംപ്യൂറായിട്ടുള്ള എന്തെങ്കിലും ടൈനി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ അതിലുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. സോ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തൂത്ത് മിനുക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫോട്ടോസ് അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫോട്ടോയുടെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, എത്ര വരെ വെട്ടണമെന്നൊക്കെ. അതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ആക്സോ ബ്ലേഡ് വെച്ചൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ സിസർ പോയി എടുത്തിട്ട് വന്നിട്ട് സിസർ കൊണ്ട് വെട്ടി. അപ്പോഴെന്താണെന്നല്ലാത്തൊരു ആത്മനിർവൃതിയാണ് എനിക്കുണ്ടായത്. കറക്റ്റല്ലേ വേട്? ഓക്കെ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തലേന്ന് വന്നിട്ടുള്ള ഓർഡേഴ്സാണ്. കാരണം അർജൻറ്റായിട്ട് കിട്ടിയ ഓർഡേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എനിക്ക് എപ്പോഴും ഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അതും എൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ പറയേ വേണ്ട. ഞാൻ അതിന് വേണ്ടിയിട്ട് ഫുഡ് പോലും ഇന്ന് കഴിച്ചിട്ടില്ല ഗൈസ്, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് ഫോട്ടോയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ പാക്കിംഗ് പ്രോസസ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സീലിംഗ് ഫോയിലും കൊണ്ട് 4-5 റൗണ്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ തെർമോക്കോളിനകത്താണ് വെക്കുന്നത്. നമുക്ക് ബബിൾ റാപ്പിൽ നമ്മൾ റാപ്പ് ചെയ്യായിരുന്നു, പക്ഷേ ബബിൾ റാപ്പ് കറൻ്റ്ലി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ബബിൾ റാപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് തെർമോക്കോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അന്നേരമാണ് ഞാൻ വിചാരിച്ചത് ഇതൊക്കെ വെഡ്ഡിങ്ങിനൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അല്ലേ, സോ നമുക്ക് ഇതൊന്ന് ഗിഫ്റ്റ് റാപ്പും കൂടി ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടില്ല ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം, പക്ഷെ ഞാൻ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ഈ ഒരു കോംബോയാണ്, അതായത് യെല്ലോ റിബണ് പിങ്ക് റാപ്പും, അങ്ങനെയാണ് ഞാൻ കോംബോ സെറ്റ് ചെയ്തേക്കുന്നത്. കൊള്ളാവോ? ഇഷ്ടമെങ്കിൽ പറയണേ. പിന്നെ ഒരുമാതിരി ഞാനൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അമ്മ ഇരുന്ന് ചെയ്തിട്ട് സെറ്റാക്കി തായോ എന്ന് പറഞ്ഞിട്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഫ്രെയിമിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ഫ്രെയിം എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് റിവീൽ ചെയ്യല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ബ്ലൂ റാപ്പിൽ റെഡ് റിബൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ചുറ്റിയെടുക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഇഷ്ടമാണോ? അർജൻറ്റായിട്ട് വരുന്ന ഓർഡേഴ്സൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അമ്മയും അത് ചുറ്റിയെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്, ഏതൊരു കൊറിയർ അയക്കുന്നതിന് മുമ്പ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മുടെ അഡ്രസ്സ് എഴുതുക എന്നുള്ളതാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. സോ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് തൃശ്ശൂർക്കും ഒന്ന് നമുക്ക് കോട്ടയത്തേക്ക് അയക്കാനുള്ള ഓർഡർ ആയിരുന്നു. പിന്നെ നമ്മുടെ അർജൻറ്റായിട്ടുള്ള കാര്യമാണ് 6:30 കസ്റ്റമർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നെയിം റിവീലിംഗ് ബോർഡിന് വേണ്ടിയിട്ട്. അപ്പോൾ തലേന്ന് കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് തന്നെ വേണോ വേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കസ്റ്റമറിൻ്റെ കെയർ ഓഫിൽ വന്നതായതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നെയിം റിവീലിംഗ് ബോർഡ് ഞാനൊരു 5:30 കഴിഞ്ഞപ്പോഴാണ് സെറ്റ് ചെയ്യാനിരുന്നത്. ദെൻ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊറിയർ അയക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു കൊറിയർ. അതിന് ശേഷം ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ഗ്ലൂ വെച്ച് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കൈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗൈസ്. ഒട്ടി എൻ്റെ കൈയൊക്കെ ഒട്ടി ഇരിക്കുകയാണ്. അങ്ങനെ എൻ്റെ നഖമൊക്കെ ഒടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ വക വെക്കാതെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഞാൻ ഇതേപോലൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? തെർമോക്കോൾ ബോൾസാണ്. അപ്പോൾ തെർമോക്കോൾ ബോൾസ് ഇതേപോലെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ മിക്സ്ഡ് കളർ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 5 mm തിക്നെസ് വരുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ആൻഡ് ഇതേപോലെ ഞാനും അമ്മയും കൂടി, അമ്മ എപ്പോഴത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടും കൂടി തെർമോക്കോൾ ബോൾസൊക്കെ വെച്ച് നിറയ്ക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധക്കളമായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ.
അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വേണം ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.